ഹായ് ഓൾ, എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാർമിക് പാർട്ട്ണറുടെ റീഡിംഗാണ് ചെയ്യുന്നത്. കാർമിക് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഡി എമ്മിൻ്റെ അല്ലെങ്കിൽ ഡി എഫിൻ്റെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ലവറോ ആകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം ഞാൻ റീഡിങ് പറയും, അത് കേൾക്കുക. അതിന് അവസാനമായിട്ട് ഈ ഒരു കാർമിക് പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് മിസ്സാക്കാതെ ഫുൾ വീഡിയോയും നിങ്ങൾ കാണണം. റീഡിങ് കണ്ടിട്ട് അത് കേട്ടാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് പോർഷന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ടും കാണാം. അപ്പോൾ ഇപ്പോൾ അവരുടെ എനർജി എന്ന് പറയുന്നത് അവരത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ ഉയർച്ചയുമില്ല താഴ്ചയുമില്ല എന്നുള്ള ഒരു ലെവലിലാണ് മുന്നോട്ട് പോകുന്നത്. അത്യാവശ്യം സന്തോഷത്തിൽ വളരെ വലിയ പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ അവർക്ക് കുറച്ചധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മളോട് ഒരു കർമ്മ ചെയ്തു തീർക്കാനായിട്ടാണ് അവർ ജന്മമെടുത്ത് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും അവരുടെ ഭാഗത്തു നിന്നും കർമ്മ ബാഗേജസ് ഉണ്ടായിരിക്കും. അവരതിൽ കൂടുതലായിട്ട് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മ ബാഗേജസ് അവർ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ കർമ്മ റിലീസായി പോകുന്നതിനനുസരിച്ച് നിങ്ങളും ആ പാർട്ട്ണറും തമ്മിലുള്ള കർമ്മ ക്ലിയർ ആവുകയും ആ വ്യക്തി സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ, ആ കാർമിക് പാർട്ട്ണർ റിലീസായി പോകണം എന്നൊരു സ്റ്റേജിൽ നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഡിവൈനുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. എന്നിരുന്നാലും ജീവിതത്തിൽ പല പരിസ്ഥിതികളും വരും. അവയൊക്കെയും മനഃശക്തി കൊണ്ട് നേരിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം, ഒരു വിൽ പവർ ഉണ്ടായിരിക്കണം. നമ്മുടെ യാത്ര എങ്ങോട്ടാണ് എന്നുള്ളൊരു ഉത്തമമായ ബോധ്യമുണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഇന്നോവക്കായാലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പഞ്ച്വലായി മുന്നോട്ട് പോകണം. പഞ്ച്വാലിറ്റിക്കൊക്കെ അതീതമായിട്ടിവിടെ മനഃശക്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ആ ഒരു മനഃശക്തിയോടുകൂടി മുന്നോട്ട് പോകണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിനെ വളരെയധികം മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനേക്കെയും ദൈവമെന്ന ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഡിവൈനുമായിട്ട് നിങ്ങളെപ്പോഴും ആ ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് സ്വീകരിച്ചുകൊണ്ട്, ഡിവൈനിൽ വിശ്വസിച്ചുകൊണ്ട്, ആ അർപ്പണ മനോഭാവത്തോടു കൂടി ദൈവം തരുന്ന ശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു അവസ്ഥയിലേക്ക്, നിങ്ങളുടെ ഈ കാർമിക് പാർട്ട്ണർ റിലീസാകുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. ആ സമയങ്ങളിൽ വൈകാരികമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും. ആ സമയങ്ങളിൽ വൈകാരികമായി പെരുമാറാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് തന്നെ വിജയിക്കേണ്ടി വരും. നിങ്ങളെ സ്ട്രഗിൾ എന്ന് കേട്ട് ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഡിവൈൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ഒരു സപ്പോർട്ട് എപ്പോഴും സ്വീകരിക്കുക. എപ്പോഴും ഡിവൈൻ്റെ ഗൈഡൻസിൽ മുന്നോട്ട് പോവുക. വൈകാരികമായ സിറ്റുവേഷൻസിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കാനോ ഒന്നും പോകാതെ വളരെ സംയമനത്തോടു കൂടി ഏതൊരു സാഹചര്യത്തെയും സമീപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. ഇപ്പോൾ കാർമിക് പാർട്ട്ണറുടെ ഒരു റീഡിങ് എടുക്കാൻ കാരണം, കാർമിക് പാർട്ട്നേഴ്സ് ഈ ഡി എമ്മിനോട് അല്ലെങ്കിൽ ഡി എഫിനോട് വളരെയധികം ഒരു ഫൈറ്റിംഗ് ഒരു മോഡിലൊക്കെ അന്ന് നിൽക്കുന്നൊരു ടൈമാണ്. അതായത് അത്രയ്ക്കും ഡി എമ്മിന് അല്ലെങ്കിൽ ഡി എഫിന് അവരെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഡി എം അല്ലെങ്കിൽ ഡി എഫ്
ഡിവൈനിൽ നമ്മൾ അഭയം പ്രാപിക്കും. ഓക്കെ, അത്രയ്ക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജീവനും സ്വത്തിനും വരെ ഭീഷണിയാകുന്ന രീതിയിൽ വരെ കാർമിക് പാർട്ട്നേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡിവൈനിലാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതീക്ഷയർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു കാർമിക് പാർട്ട്ണറാണ്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എപ്പോഴോ അവരോട് ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങളുടെ ഒരു കണക്ക് തീർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ബർത്ത് കൂടിയാണ്. അപ്പോൾ അവർക്ക് കണക്ക് തീർക്കാനുള്ള ഒരു ഏക അവസരമാണ്. അതുപോലെ ഈ ജന്മങ്ങൾ എത്ര മുന്നേ ഉള്ളതാണോ അതിനനുസരിച്ചും അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മാവിനുള്ളിലുള്ള ഒരു പെയിനും ആ ഒരു പ്രതികാര ബുദ്ധിയൊക്കെ കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും കാർമിക് പാർട്ട്ണറെ ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കും തിരിച്ച് അവർക്ക് തിരിച്ച് എന്തായാലും ഇതിനുള്ള ഫലം ദൈവം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥിക്കുകയോ ഇപ്പോൾ റീഡിങ് കണ്ടിട്ടും അവർക്ക് ഇതിനുള്ള എന്തായാലും എന്നെ ചെയ്തതിനുള്ള ശിക്ഷയെല്ലാം അവർക്ക് കിട്ടും എന്ന് വിചാരിക്കരുത്. നമ്മൾ എന്തോ ചെയ്തു പോയ കാര്യങ്ങളുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്ന് ഓർക്കുക. അവരോട് നിങ്ങൾ അവർക്ക് ദോഷം വരണമെന്നൊരിക്കലും പ്രാർത്ഥിക്കരുത്, വിചാരിക്കരുത്. എല്ലാം ഡിവൈന് വിട്ടുകൊടുക്കുക. ഡിവൈൻ, എൻ്റെ സാഹചര്യങ്ങൾ ഇതാണ്. ഇപ്പോൾ ജീവനും സ്വത്തിനും വരെ ഭീഷണിയുള്ള വ്യക്തികളുണ്ട്, DM, DF ഒക്കെ ഉണ്ട്. ലീഗൽ മാറ്റേഴ്സിൽ കൂടെ പോകുന്നവരുണ്ട്, പോകാൻ സാധ്യതയുള്ളവരുമുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു ലീഗൽ മാറ്റേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊന്നും നിങ്ങൾ അവർക്കെതിരായി സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഒരു പരിധിവരെ നമുക്ക് ലീഗൽ മാറ്റേഴ്സൊക്കെ വരുമ്പോൾ വേണ്ടി വരും. അതല്ലാതെ ഓക്കെ, നമ്മൾ ആത്മീയ തലത്തിൽ നമ്മളൊരിക്കലും അങ്ങനെ ഒരു ചിന്തയോ പ്രവൃത്തിയോ കൊണ്ടുവരാതിരിക്കുക. നമ്മൾ പ്രേ ചെയ്യുക. നമ്മൾ മിക്കവാറും എല്ലാവരും കാർമിക് കോഡ് കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. 21 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക് കുറച്ചുകൂടെ ലേറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് കാർമിക് കോഡ് കട്ടിങ് ചെയ്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, വളരെയധികം വൈകാരികമായിട്ട് അവരിങ്ങോട്ട് നമ്മളെ പ്രൊവോക്ക് ചെയ്യും. അവിടെയൊന്നും പ്രൊവോക്കിലാവാതിരിക്കുക. തിരിച്ച് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മാക്സിമം നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ എവിടെയും സ്വയരക്ഷ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്വയരക്ഷ നോക്കുക. വളരെ എന്താ പറയുക, ഒരു ഫൈറ്റിംഗ് എനർജിയിലൊക്കെ വരുന്ന കാർമിക്സ് ഉണ്ട്. വളരെയധികം ബ്രൂട്ടലായിട്ട് പെരുമാറുന്ന കാർമിക്സ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് നിങ്ങളെ തന്നെ സംരക്ഷിക്കുക. അവരെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒന്നും പ്രവർത്തിക്കരുത് പറയരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കാനല്ല, നിങ്ങളുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എടുക്കുക. പക്ഷേ ആത്മീയമായിട്ടുള്ളൊരു ചിന്തയിലോ ഒന്നും ഒരു പ്രാർത്ഥനയിലോ ഒന്നും അവർക്ക് കിട്ടണം ചെയ്തതിന് എന്ന് ചിന്തിക്കരുത്. അത് ഡിവൈൻ്റെ പാർട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ചെയ്യുക. ഓക്കെ, നാം പാതി ദൈവം പാതി. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗം ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് കോഡ് കട്ടിങ് ചെയ്യുക, പ്രേയേഴ്സ് ചെയ്യുക. നമ്മുടെ 7 ചക്ര ക്ലെൻസിങ് ഒരു ദിവസം പോലും മുടങ്ങരുത്. ഓറ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോഴേക്കും തന്നെ അത്തരത്തിലുള്ള അറ്റാക്സ് നിങ്ങൾക്ക് കുറയും. പിന്നീട് ഒരു ഫിസിക്കൽ അറ്റാക്കിൻ്റെയോ അത്തരത്തിലുള്ള സംസാരങ്ങളുടെയൊക്കെ കാര്യമാണ് വരാൻ ചാൻസസ്. അപ്പോൾ മനസ്സിനെ തളർത്തുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകും. നിങ്ങൾ അവിടെയൊക്കെയും സംയമനത്തോടു കൂടി മുന്നോട്ട് പോകണം. ഡിവൈനിൽ സമർപ്പിക്കുക. എല്ലാം പ്രേയേഴ്സിന് മുടക്കം വരുത്തരുത്. കുറേ വലിയ സങ്കടങ്ങളിലൂടെ നിങ്ങളും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഉടനെ അല്ല, കുറച്ച് സമയമുണ്ടെന്നാലും നിങ്ങളിപ്പോഴേ നിങ്ങളുടെ പ്രേയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഈ റീഡിങ്ങിൽ പറഞ്ഞ പ്രോസസ്സ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇച്ചിരി വയലൻ്റായിട്ടൊക്കെ കാർമിക് പാർട്ട്ണർ വരുന്നൊരു ടൈമാണ്. അപ്പോൾ നിങ്ങളത് കണക്കാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, സെൽഫ് പ്രൊട്ടക്ഷൻ. പിന്നെ അവരെ എന്ത് ചെയ്യുക, ഒരിക്കലും നിങ്ങൾ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർക്ക് നിങ്ങളൊരു കർമ്മ ഇനി എടുത്ത് വയ്ക്കരുത്.
ഓക്കെ, നിങ്ങൾ പ്യുവർ ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക, ബാക്കി ഈശ്വരൻ നോക്കിക്കോളും. പെയിൻഫുൾ സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ ആ ഒരു മനോധൈര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോഴേ ചെയ്തു തുടങ്ങാം. കുറച്ചൊന്ന് മനസ്സിന് ബലം കൊടുത്ത് നിർത്തുക. ഓക്കെ, ഡിവൈനിൽ കൂടുതൽ അടുക്കുക, മനസ്സിന് ബലം കൊടുത്ത് ഏത് സാഹചര്യത്തെയും ഞാൻ അതിജീവിക്കും, എൻ്റെ കൂടെ ഡിവൈനുണ്ട്, എനിക്ക് ഈശ്വരനുണ്ട് കൂട്ടിന് എന്നുള്ള ഒരു മനോധൈര്യം ഉണ്ടാക്കിയെടുക്കുക, മുന്നോട്ട് പോവുക, തീർച്ചയായിട്ടും വിജയിക്കും. കർമ്മ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. എനിക്ക് ഇപ്പോൾ തൊണ്ടയടഞ്ഞിരിപ്പുണ്ട്, അതാണ് സൗണ്ട് കറക്റ്റായിട്ട് വരാത്തത്. അതുപോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ മനസ്സിലാക്കുക. ക്ഷീണമൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സോ, അതായത് ടാരറ്റ് റീഡിങ്സോ, അതല്ലെങ്കിൽ ഈ ട്വിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ചുള്ള ഗൈഡൻസോ, കൗൺസിലിങ്ങോ, അതുമല്ല നിങ്ങളിപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതും ടാരറ്റ് റീഡിംഗ് എടുത്ത് നോക്കി പറയാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് പറയുമ്പോൾ എനിക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാനും സാധിക്കും. അപ്പോൾ രണ്ട് രീതിയിലും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.